ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് 50 നോമ്പിൻ്റെ 6ാമത്തെ ദിവസം. ഇന്ന് സന്ധ്യാനമസ്കാരത്തിൽ ഏവങ്കേലിയൻ വായിച്ചതായ ഒരു ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, കർത്താവ് സമാധാനം നൽകിക്കൊണ്ടാണ് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. സമാധാനം നൽകുന്ന കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാനല്ല, ഭിന്നത ഉണ്ടാക്കുവാനാണ് വന്നത്. എന്താണ് കർത്താവ് ഇപ്രകാരം പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാക്ഷ്യമുള്ള ജീവിതം നയിക്കുമ്പോൾ, കർത്താവിൻ്റെ സാക്ഷിയായി കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും പരീക്ഷകളും സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എതിരെ ശത്രുക്കൾ പെരുകും. ഈ ലോകത്തിൻ്റെ ആളുകൾ, വ്യക്തികൾ നമ്മെ പീഡിപ്പിക്കുവാൻ തുടങ്ങും. ഒരു വിശ്വാസി ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ, അത് മാതാപിതാക്കളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടോ അല്ല നിലപാടുകൾ എടുക്കുക. ദൈവത്തിൽ നിന്ന് അവന് കിട്ടുന്നതായ ഒരു വിളിയും നിയോഗവുമാണ്. അത് തികച്ചും വ്യക്തിപരമാണ്. ഈ വ്യക്തിപരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് തന്നെ എതിരുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എതിരുകൾ ഉണ്ടാകും. അപ്പൻ മകനെ, മകൻ അപ്പനെതിരാകും, അമ്മയമ്മ മരുമകൾക്കെതിരാകും. അങ്ങനെ ആരാണോ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സുധീരമായ നിലപാടെടുക്കുന്നത്, അയാൾക്കെതിരെ ഈ ലോകത്തിൻ്റെ മക്കൾ ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഈ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ യഥാർത്ഥ ശിഷ്യനാണ്. എന്നാൽ ഈ കുരിശ് താഴെ വയ്ക്കാൻ നമുക്ക് അവകാശമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സുധീരമായ നിലപാടുകൾ എടുക്കുമ്പോൾ വരുന്ന കഷ്ടതകളെ, പ്രയാസങ്ങളെ, വേദനകളെ, പരീക്ഷകളെ കർത്താവിൻ്റെ ഒരു കുരിശായി കണ്ടുകൊണ്ട് അതെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ നോമ്പിൽ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും നിന്ദനങ്ങളും ഞങ്ങൾക്ക് നിന്റെ നാമത്തിൽ ഏൽക്കേണ്ടി വരുമ്പോൾ, നാഥ, അത് നീ മുൻകൂട്ടി പറഞ്ഞതാണെന്ന് കാണുവാനും ആ കുരിശിനെ സന്തോഷത്തോടു കൂടി അണിയുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ എന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ.